പ്പെട്ട സമസ്തക്കെതിരെ സമസ്തന സ്ഥാപനത്തിൽ ദാറുലുദയിലേക്ക് CPM പ്രകടനം നടത്തി. അവരെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ വേസ്റ്റ് കുഴി എന്തൊക്കെ ഉണ്ട്, അത് മണക്കുന്ന ഒറ്റ മറിച്ച് ന്യായങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിന്റെ രീതി അങ്ങനെ അല്ലല്ലോ അല്ലെ. അപ്പൊ അവിടെ വന്നിട്ട് മഹാനായ ബഹാദൂർ ഉസ്താദിനെയും ആ സ്ഥാപനത്തിനൊക്കെ ആക്ഷേപിച്ചിട്ട് വളരെ മോശമായിട്ട്, രാഷ്ട്രീയക്കാർക്കാവട്ടെ ഏത് മനുഷ്യനാവട്ടെ ഒരു മാനമര്യാദ വേണ്ടേ. ഞങ്ങൾ ഒരിക്കലും കമ്മ്യൂണിസ്റ്റുകാരെ ന്യായീകരിക്കാൻ പോകേണ്ട ആൾക്കാരല്ല. കമ്മ്യൂണിസ്റ്റുകാരായി എന്നല്ല, ഒരു പാർട്ടിക്കാരെയും ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ ആര് വന്നാലും സമസ്തക്കാരന് പ്രതികരിക്കാൻ വേണ്ടി പറ്റണം. സോഷ്യൽ മീഡിയയിലെ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ എഴുതുന്ന പറയുന്ന അല്ലെങ്കിൽ ആ പറയുന്ന ആൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരാള് കുറെ ദിവസമായി വാട്സപ്പിൽ ഇങ്ങനെ വരും. എന്നിട്ട് ഇപ്പൊ ഇന്നലത്തെ വിഷയം വന്നപ്പോ CPM-കാരൻ ദാറുലുദീക്ക് സമരം നടത്താൻ വേണ്ടി പോയപ്പോ അവൻ സമസ്ത സ്നേഹിയായി. അവ മാത്രല്ല, അവനെ പോലെ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും മുസ്ലിം ലീഗുകാരും പലതും പല തോന്നിവാസങ്ങളും പറഞ്ഞിട്ടും എഴുതി വിടുക ചെയ്യുമ്പോ മൗനമായിട്ട് നിൽക്കേണ്ട മുസ്ലിയാക്കന്മാരും നളന്തകൾ എന്ന് പറയാ, അവര് സമസ്തക്കാരല്ല, അവര് കാപ്പിട്ടാണ്. അവർക്ക് വിഷയം അവര് രാഷ്ട്രീയ പാർട്ടി മാത്ര. അത് ആർക്കും രാഷ്ട്രീയം തലയിൽ കയറി ഏത് ഒരാൾക്കും അവന്റെ ദീനിനേക്കാളേറെ മുൻഗണന അവന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് അധികാരം. സമസ്തക്കാർക്ക് അത് പാടില്ല. അങ്ങനത്തെ മനസ്സുള്ള ഒരാൾ സമസ്തയിലുണ്ടോ, ഓൻ കപടനാണ്, ഓൻ സമസ്തക്കാരനല്ല. ഓന് ഭൗതികമായിട്ടുള്ള താല്പര്യം വെച്ചുകൊണ്ട് മാത്രം സമസ്തയിൽ നിൽക്കേണ്ട ആൾക്കാരാണ്. അങ്ങനെ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ആരാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, ബഹുമാനപ്പെട്ട സമസ്ത ഞങ്ങളെ വിശ്വാസപ്രകാരം ഞങ്ങളെ അനുഭവപ്രകാരം ബഹുമാനപ്പെട്ട സമസ്ത എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദീനിന്റെ നേരായ രൂപമാണ്. അതിന് ഏത് കമ്മ്യൂണിസ്റ്റുകാരന് അള്ളാഹു ഇല്ല, ദൈവമില്ല, ഇതൊക്കെ സ്വയം ഉണ്ടായതാണ് എന്ന് പറഞ്ഞ് പരിഹസിച്ചാലും അത് ഞങ്ങളെ വിശ്വാസമാണ്, ഞങ്ങളെ ബോധ്യമാണ്. അത് ആരെ മുമ്പിലും പറയും. ഞങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം അനുസരിച്ച് ഇവിടെ ജീവിക്കണം, അതിനിവിടെ അവകാശമുണ്ട്. അത് ആരും ഔദാര്യമില്ല. അത് ഈ ഇന്ത്യ രാജ്യത്ത് അത് അവകാശമുണ്ട്, അത് ഔദാര്യമില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരാളും ഔദാര്യമില്ല. അള്ളാഹുവിന്റെ ദീൻ ഇവിടെ അള്ളാഹിന്റെ റസൂലിന്റെ കാലത്തല്ല, ഇവിടെ മനുഷ്യ സൃഷ്ടിയുടെ കാലം മുതലേ ഈ കേരളത്തില് ഈ ഇന്ത്യയില് അല്ലെ ഏക ഇലാഹിനെ ആരാധിക്കേണ്ട സംവിധാനമുണ്ട്. അപ്പോ അന്ന് മുതലേ ഉള്ള ഒരു സംവിധാനത്തിന്റെ അവസാന ഘട്ടം എന്ന് പറയാ, അതിന്റെ ഒരു സംവിധാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത. ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, സമസ്തക്കാരൻ വിശ്വസിക്കുന്നുണ്ട്, അത് അവർക്ക് ഉറപ്പാണ്. അത് ആരെ മുമ്പിലും പറയും. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ വിഷയമല്ല. ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ അതിന്റെ ആലിമീങ്ങൾക്കെതിരെ ആര് വന്ന് പറഞ്ഞാലും രാഷ്ട്രീയം നോക്കാതെ ഞങ്ങൾ പറയും. അത് ഞങ്ങൾ വീട്ടിലും നാട്ടിലും കുടുംബത്തിലും എവിടെ ഒറ്റപ്പെട്ടാലും ഇനി ആരും കൂടില്ലെങ്കിലും ഇതുപോലെ പറയും. ഒരാളെ പിന്തുണ വേണ്ട, ഒരാൾ കൂടെ ഉണ്ടാവുന്നുള്ള ഉറപ്പില്ല, ഒന്നുമില്ല. ഒറ്റക്ക് വന്ന് ഒറ്റക്ക് പോവും. പക്ഷെ എന്താവുന്നവരോ, അള്ളാഹു ഇവിടെ ഈ നാട്ടിൽ നിലനിർത്തിയ അള്ളാഹുവിന്റെ ദീനിന്റെ നേരായ രൂപം ഞങ്ങളെ പിന്മുറക്കാർക്ക് ഇവിടെ വേണം. ഞങ്ങളെ മുൻഗാമികൾ ഇവിടെ നിലനിർത്തിയ പോലെ ഞങ്ങളും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കും. അത് പണം കൊടുത്തിട്ടാവും, സംസാരിച്ചിട്ടാവും, അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടാവും. അത് നിർബന്ധമാണ്. ഇത് നേരായ റൂട്ടാണ്, ഇത് സിറാത്തുൽ മുസ്തഖീമായ വഴിയാണ്. ഇത് ഞാൻ പറയുമ്പോ കമ്മ്യൂണിസ്റ്റുകാരനും വിശ്വാസമില്ലാത്ത കള്ള വഹാബികളും പരിഹസിക്കും. അത് വിഷയമുള്ള കാര്യമല്ല. ബഹുമാനപ്പെട്ട സമസ്തീന്ന് ഏതെങ്കിലും കാലത്ത് ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഇറങ്ങിപ്പോയ ആൾക്കാരും ഇതിനെ ഞാൻ പറഞ്ഞ വാക്കിനെ പരിഹസിക്കും. ഇത് എന്റെ ബോധ്യമാണ്, ഇത് സമസ്തക്കാരന്റെ ഉറപ്പാണ്. ഒരാളെയും ഭയക്കാതെ പറയാൻ വേണ്ടി, കാരണം ഇത് സത്യം എന്നുള്ള പൂർണ്ണ ബോധ്യം കണ്ട ഈ പറയുന്ന ആൾക്കാരും ഇപ്പോൾ കേൾക്കേണ്ട ആൾക്കാർ എന്റെ കൂടെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ സമസ്ത കൂടെ നിൽക്കും ഉറപ്പ് കൊണ്ടല്ല, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇൻഷാ അല്ലാ ആര് പറയണ്ട എന്ന് പറഞ്ഞാലും ഞാൻ ഇത് അടുക്കൾക്ക് പറയാനുള്ള കാരണം എന്താരോ, 10-30 വർഷം അല്ലെങ്കിൽ അതിലേറെ നമ്മളെക്കാളേറെ പ്രായമുള്ള ആളുകൾ, മദ്രസയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും എന്തിനാണ് ഇങ്ങനെ പറയുന്നത്, എന്തിനാ ഫേസ്ബുക്ക് തല്ലുണ്ട്, എന്തിനാ ഫേസ്ബുക്ക് ഇങ്ങനെ എഴുതി സമയം കഴിയുന്നുണ്ട് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് പറയണേ, ഇത് മൗനമായി നിൽക്കേണ്ട സമയമല്ല. നമ്മള് നിസ്കാരം കൊണ്ടോ ഇബാദത്ത് കൊണ്ടോ നമ്മൾ ഒറ്റക്കപ്പ് നമ്മൾ രക്ഷപ്പെടുവോ? നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. എന്ത്? നമ്മളെ പൂർവികർ നമ്മളെ ഏൽപ്പിച്ച ദീനിന്റെ നേരായ പാത, ആ റൂട്ട് നമ്മളെ മക്കൾ നമ്മൾ ഏൽപ്പിക്കാൻ വേണ്ടി നമുക്ക് പറ്റണം. ഇത് ഒറ്റയ്ക്ക് നിന്ന് പോകേണ്ട വിഷയമല്ല. ആ ഒരു സംഘം ഇവിടെ ഖിയാമം വരെ ഉണ്ടാവും.
അല്ലെ? ഞാൻ ഇനി പറയേണ്ട വിഷയം എന്താരോ, രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സമസ്തന്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇടതുപക്ഷക്കാരുണ്ട്, മുസ്ലിം ലീഗുകാരുടെ ഒരുപാടുണ്ട്. മുസ്ലിം ലീഗിലെ ഞാൻ പറയല്ലോ 90% ആൾക്കാരും ഇന്ന് സമസ്തന്റെ കൂടെ ഇല്ല. എന്താ കാരണം? അവർക്ക് അവരെ താല്പര്യം മാത്ര. അവര് ചെയ്യുന്ന തോന്നിവാസങ്ങൾക്കും വേണ്ടി ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉസ്താദന്മാർ നിന്ന് കൊടുത്താൽ ഈ ഉസ്താദന്മാരെ ആദരിക്കും, ബഹുമാനിക്കും. അവര് ചെയ്യേണ്ട തമ്മാടിത്തരങ്ങൾക്കെതിരെ സമസ്തന്റെ ആലിമീങ്ങളോ പ്രവർത്തകരോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവൻ കമ്മ്യൂണിസ്റ്റുകാരനാക്കും, അവന് ഷജറാക്കും, അവരെ ദീനിൽ നിന്ന് പുറത്താക്കും. അവരെ വിളിക്കാത്ത തെറികളുണ്ടാവൂല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും, നിങ്ങൾ ഭരിക്കുന്ന ആൾക്കാരായാലും ഭരിക്കാത്തവരായാലും, ഇനി നാട് ഭരിക്കേണ്ട BJP സർക്കാർ ആരായാലും പോലും, ലോകം ഭരിക്കേണ്ട നേതാക്കന്മാരായാലും പോലും ഞങ്ങളെ ദീനിനെതിരെ പറഞ്ഞാൽ ഞങ്ങൾ പറയും. അത് ഒരു സമസ്തക്കാരനുള്ളൂ കൂട്ടിക്കോ. ഓന് മൗനം മാറ്റിയിരിക്കാൻ വേണ്ടി കഴിയൂല. ഞങ്ങൾ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നുണ്ട്. ഞങ്ങൾ സമസ്തനെ സ്നേഹിക്കുന്നുണ്ട്, ജീവനേക്കാളേറെ സ്നേഹിക്കും. അത് തൊള്ളപ്പറച്ചിൽ വാക്കല്ല, അത് അങ്ങനെ തന്നെയാണ്. സൗണ്ട് കൂടുണ്ടോ? എനിക്ക് ദേഷ്യം കൂടുണ്ടോ? ഞാൻ ചുരുക്കിത്തരാം, എന്നാലും കുഴപ്പമില്ല. ഇന്നെക്കൊണ്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഞാൻ എന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ട ബഹുമാനപ്പെട്ട സമസ്തന്റെ ആലിമീങ്ങൾക്കെതിരെ, ആ നേതൃത്വത്തിനെതിരെ വരുമ്പോ ഞാൻ ചിരിച്ചിങ്ങനെ സംസാരിക്കണോ? ഞാൻ തമാശ പറയണോ? ഇത് സമസ്ത കുട്ടികളില്ല. നിങ്ങൾക്ക് ഇതൊക്കെ രാഷ്ട്രീയ കളികളാവും. സമസ്തക്ക് ഇത് കുട്ടികളില്ല. സമസ്തക്കാരന് സമസ്ത തമാശല്ല, അത് ഗൗരവമുള്ള വിഷയമാണ്, അത് ഉത്തരവാദിത്താണ്, അത് അമാനത്താണ്. ഞങ്ങളൊക്കെ ഏൽപ്പിച്ച് അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഈ നാട്ടിൽ അള്ളാന്റെ ദീനുണ്ട്, നേരായ രൂപമുണ്ട്. അത് കള്ള വഹാബികൾ ഇന്നലെ കൊണ്ടുവന്ന ആ വഹാബിസ് അല്ല. ആരെ മുമ്പിലും പറയും, ആ ദീന് ഖിയാമം വരെ സംരക്ഷിക്കാൻ കഴിഞ്ഞ നൂറ്റാണ്ടുണ്ടാക്കിയ ബഹുമാനപ്പെട്ട സമസ്തയുടെ പ്രവർത്തകരെ ഞങ്ങൾ പറയും. അതിന് ഏത് വലിയ പണ്ഡിതനോ ഏത് വലിയ നേതാവോ ആര് വന്ന് നീ മിണ്ടണ്ട എന്ന് പറഞ്ഞാലും, സമസ്തക്കെതിരെ ആര് പറഞ്ഞാലും പറയും. ആ മിണ്ടാതിരിക്കണോന് സമസ്തനെ തിരിയൂല, സമസ്തനെ തിരിഞ്ഞോ മിണ്ടാതിരിക്കൂല. മനസ്സിലായോ? ഒരു കിതാബിലും ബാക്കിയുള്ളവർക്കും എഴുത്തുകൾ മാത്രല്ല ദീന് എന്ന് പറയണ്ടേ, അത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ വേണം. അപ്പൊ തിരിയുള്ളൂ എന്താണ് സിറാത്തുൽ മുസ്തഖീമായ വഴി എന്ന്. മഹാനായ നമ്മളെ ഉമർ ഫൈസി ഉസ്താദ് മുക്കം സിറാത്തുൽ മുസ്തഖീമായ വഴിയെ കുറിച്ച് പറഞ്ഞപ്പോ പരിഹസിക്കാൻ വേണ്ടി ഒരാൾ വന്നു. ഒരാളല്ല, ഒരുപാട് ആളുകൾ വീഡിയോ വിട്ടുന്നു. ഇതെങ്ങനെ ദീനാവുക? ഇതാണോ ദീന്? അപ്പൊ മുജാഹിദേരോ, അപ്പൊ APക്കാരോ, അപ്പൊ സംസ്ഥാനക്കാരോ, അപ്പൊ ലോകത്തൊന്നും മുസ്ലിങ്ങളില്ലേ? സമസ്തക്കാർ മാത്രമാണോ മുസ്ലിങ്ങൾ എന്ന് ചോദിച്ചു. സമസ്തക്കാർക്ക് പറയാൻ വേണ്ടി പറ്റും, എന്ത്? ലോകത്ത് എല്ലായിടത്തും അള്ളാഹുവിന്റെ ദീനുണ്ട്. പക്ഷെ എന്തിന്റെ കണ്ണി മുറിയാത്ത റൂട്ടുകള് എല്ലായിടത്തും ഉണ്ട്. അള്ളാഹുന്റെ റസൂലിന് കൈമാറി വന്ന സ്വഹാബത്തിലൂടെ കൈമാറി വന്ന് ആ ദീന് ആത്മാർത്ഥമായിട്ട് ഇന്നും നിലനിർത്തിപ്പോണ്ട ഒരുപാട് പാരമ്പര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പാരമ്പര്യമാണ് മലബാറിൽ ഇന്ന് നിലനിൽക്കേണ്ട ബഹുമാനപ്പെട്ട സമസ്ത. അല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ബാക്കി നമ്മുടെ നാട്ടിൽ വന്ന എല്ലാ സംഘടനകളും ഇതിന്റെ എതിരെ വന്ന പ്രസ്ഥാനങ്ങളാണ്. അതാരാവട്ടെ സമസ്തക്ക് റൂട്ടുണ്ട്, അതുണ്ട്. അതിങ്ങനെ കള്ളക്കറാമത്ത് പോലെ ഇങ്ങനെ പറഞ്ഞു പോയാൽ ശരിയാവൂല. നമ്മൾ ജീവിച്ച് നമ്മൾ അനുഭവിച്ചറിയണം എന്താണ് സമസ്ത എന്ന ആ റൂട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം, അല്ലെ? അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്. അപ്പോ വ്യാജമായിട്ട് ഇന്നലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ വന്നപ്പോ സമസ്ത സ്നേഹം തുളുമ്പുന്ന ആൾക്കാരോട് ചില കാര്യങ്ങൾ പറയാണ്ട്. ഇൻഷാ അല്ലാ നിങ്ങളെ കാപ്പട്ടിങ് മാറ്റി തരും. നിങ്ങൾ കാപ്പട്ടം തീർക്കും. കപടത വേണ്ട. സമസ്തക്കാരനാണോ? സമസ്ത പറഞ്ഞോടത്ത് നിക്ക. നമ്മൾ പറഞ്ഞോടത്ത് സമസ്ത നിക്കണം എന്നല്ല, സമസ്ത പറഞ്ഞോടത്ത് സമസ്തക്കാരൻ നിക്കണം കേട്ടോ. ഒരു വ്യാജ സമസ്തക്കാരന്റെ ഫേസ്ബുക്ക് ഉണ്ടോ അവന്റെ വോയിസ് നിങ്ങൾ കേൾക്കും. ഇന്നോട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. കേൾക്കണ്ടോ? പ്രസ്താവന ഈ സമയം വരെ വന്നിട്ടില്ല. ഞങ്ങള് വലിയ സുന്നികളാ. ഞങ്ങളെ ശരീരത്തിലോട് സുന്നത്ത് ജമാഅത്തിന്റെ ചോര. ഞങ്ങൾ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ പാർട്ടിയാ. എന്നിങ്ങനെ വാദോരാതെ മൈക്ക് കിട്ടി അങ്ങനെ പിടിച്ചു പോകുന്ന ഒറ്റ മൊയ്യന്മാരും ഇതുവരെ ഇതിന് രംഗത്ത് വരാൻ ഈ പറയപ്പെട്ട നിങ്ങൾ സ്വഹാബികളെ വിളിച്ച് കളിയാക്കുന്ന ആൾക്കാരേ ഉള്ളൂ.
അവരെ സംരക്ഷിക്കുള്ളൂ. നിങ്ങളുടെ ആദർശവും അമാനത്തൊക്കെ സഖാക്കന്മാരുടെ അമ്പിന്റെ ചൂട്ടിലാണ്. അതാണ് പറയണെങ്കിൽ നിങ്ങൾ കേട്ടോ ഇപ്പൊ എന്താ പറയണ്ട അറിയോ? സംസാരിക്കാൻ ലിയാവുദ്ദീൻ ഫൈസി പ്രതികരിച്ചു, ഞങ്ങൾ ലീഗുകാര് പ്രതികരിച്ചു, ഞങ്ങൾ സമരം നടത്തില്ലേ, നിങ്ങളെ ഷജറുകൾ എവിടെയെന്ന് ആരെ ചോദിക്കണ്ടേ? ഇതുവരെ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ ലീഗിന്റെ നേതാക്കന്മാരും ലീഗിന്റെ ഗുണ്ടകളും പ്രതികരിച്ചപ്പോ പ്രവർത്തിച്ചപ്പോ മൗനം മാറ്റി നിന്ന ആൾക്കാർ ഇപ്പൊ ഇറങ്ങി. ഇന്നലെ വരെ ഫേസ്ബുക്കിൽ വന്നിട്ട് നമ്മളോട് ഉപദേശം തന്നെ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ മൂല്യന്മാര് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താണ്? അവർക്ക് ബഹുമാനപ്പെട്ട സമസ്തയാക്കാളേറെ പ്രാധാന്യം അവരുടെ പാർട്ടിന്. എന്റെ KM ഷാജിനെ പോലത്തെ ആൾക്കാർ പറയുമ്പോ എന്താ നിങ്ങൾ നാവ് ഇറങ്ങി പോവണോ? നിങ്ങൾ എന്താ മിണ്ടാത്തെ? KM ഷാജി നോക്കി കേക്ക്. അത് ഞാൻ ആ CPM-കാരന്റെ CPM-കാരന്റെ പ്രസംഗം നിങ്ങൾ കേക്കി. നമ്മൾ ഏത് രാഷ്ട്രീയമാവട്ടെ, നമുക്കൊരു മര്യാദ വേണം. ഒരു വിഷയം സംസാരിക്കുമ്പോ ബഹാദുസ്ഥാനെ പറ്റി CPM നേതാവിന്റെ പ്രസംഗം കേക്കി. നിനക്ക് മനുഷ്യന്മാർ പറയടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തോ നോക്കി, CPM-കാരുടെ വാക്ക് നിങ്ങൾ ആദ്യം കേക്കി. ഇവനൊക്കെ സംസ്കാരം ഉണ്ടോ? ഇവനൊക്കെ മനുഷ്യനാണോ? സംഗതി കമ്മ്യൂണിസ്റ്റർക്ക് അള്ളാഹു വിശ്വാസമില്ല, ശരിയാണ്. എന്നാൽ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? റേഞ്ച് കുറവാ, കേൾക്കും. മനുഷ്യരെ പാലിക്കുന്ന അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ അല്ല. നദിവിയെ സംബന്ധിച്ചിടത്തോളം നദിവിക്ക് ക്രിമിനലിയുള്ള ഒരാളാണ് കൊണ്ട് അയച്ച നോക്കി നിങ്ങൾ ഇയാളെ സംസാരം നോക്കി. ഇയാൾ എന്തിനാ സമരം നടത്തിയത്? ഇയാൾ ആവശ്യം എന്തായിരുന്നു? നദീബ് ഉസ്താദ് മുസ്ലിം ലീഗുകാരനാണ്. മൂപ്പര് CPM-നെതിരെ പറഞ്ഞോട്ടെ. അതിന് ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? അതിന് സമസ്തന്റെ സ്ഥാപനത്തിലേക്കാണോ സമരം നടത്തേണ്ടത്? അവരെ വീട്ടിലേക്ക് പോകണം. ഇങ്ങനെ പറയില്ല എന്ന് പറയണം. അതല്ല ചെയ്യാ. ദാറുല്ലൂത ബഹുമാനപ്പെട്ട സമസ്തന്റെ സംവിധാനമാണ്. അങ്ങോട്ട് കയറി ഏത് രാഷ്ട്രീയക്കാരും എന്ന് തോന്നിവാസം പറഞ്ഞ പ്രതികരിക്കും. ഇയാളെ സംസാരം കേൾക്കി ക്രിമികാടി എന്നൊക്കെ. ഇതൊക്കെ ഇത്ര വലിപ്പുണ്ട് ഈ ചെങ്ങായിക്ക്. എത്ര ഓല പോലെ സംസാരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും? നമുക്കൊരു മര്യാദ വേണല്ലോ. ഇതൊക്കെ ചെറിയ കുട്ടികൾ കേൾക്കൂലേ? ഓന്റെ പെരക്കാര് കേൾക്കൂലേ? ഒരു വലിയ മഹാനായ പണ്ഡിതനെ പറ്റി മുസ്ലിം ലീഗുകാർ ഇതന്നെ ചെയ്യാ. ഏത് രാഷ്ട്രീയക്കാരും അവർക്ക് ഒത്താശ ചെയ്ത് നിന്നോ അവനെ ബഹുമാനിക്കും. എന്നിട്ട് ഇയാൾ ഫുള്ള് കേട്ടിരിക്കാൻ ഒരു സമസ്തക്കാരനെ കൊണ്ട് കഴിയൂല. വളരെ മോശമായിട്ട് മഹാനായ ബഹാദുസ്ഥാന് എതിരെ പ്രസംഗിക്കുക. എന്നിട്ട് ഈ വിഷയം ഇതിനെതിരെ ഈ സഖാവിനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉപദേശിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ന്യായീകരിക്കുക. അപ്പൊ അവര് മനസ്സിലായി, അവരും തിരിഞ്ഞു. അപ്പൊ അവര് സമസ്തന് കൂടെ നിൽക്കാനുള്ള കാരണം എന്താ? അവരെ പാർട്ടിക്ക് അനുകൂലമെന്ന് അവർക്ക് തോന്നുമ്പോൾ ഓര് നിൽക്കും. അവർക്കെതിരെ ഒരു വാക്ക് പറഞ്ഞ് അവർ ന്യായീകരിക്കും. ഇതേ വിഷയമാണ് മുസ്ലിം ലീഗുകാരും ചെയ്യണ്ടേ. നിങ്ങൾ സഖാവിന്റെ പ്രസംഗം കേട്ടില്ല, ഇന്ന് കേൾക്കി. ഈ സഖാവിന്റെ പ്രസംഗം കേട്ടിട്ട് സോഷ്യൽ മീഡിയ വന്ന് നമ്മൾ ഉപദേശിക്കേണ്ട പഴയ മൂല്യന്മാരുണ്ടല്ലോ, ഇന്ന് ഈ സഖാവിനെതിരെ പോസ്റ്റ് ഇട്ട ആൾക്കാർ അന്ന് KM ഷാജിക്കെതിരെ എന്താ മിണ്ടാഞ്ഞു? KM ഷാജിക്കെതിരെ എന്താ മിണ്ടാഞ്ഞോ? നിങ്ങളെ പാർട്ടിക്കാണ് മുൻഗണന, സമസ്തക്കല്ല. നമുക്ക് KMCC-ന്റെ നേതാവണം, KMCC-കാരനാവണം, നമുക്ക് മെമ്പർഷിപ്പ് വേണം. നാട്ടിലെ ലീഗുകാരെ കൂടെ നടക്കുമ്പോൾ നെളിഞ്ഞ് നടക്കണം. അപ്പൊ ലീഗിനെ എതിരെ പറഞ്ഞ നാട്ടുകാരെ കുന്നിക്ക് പിടിച്ച് ലീഗിൽ നിന്ന് പുറത്താക്കും. അപ്പൊ മിണ്ടൂല, ലീഗിനെ പേടിച്ച് മിണ്ടൂല. നീ കേക്കി, നിങ്ങൾ ഈ സഖാവിന്റെ പ്രസംഗം കേട്ടില്ലേ? ഇനി ഇതേപോലെ തന്നെ ഉള്ള വേറൊരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അവര് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞാലും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാലും CPM-നെ പോലെ തന്നെയാണ് അവരെ ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ. അള്ളാഹു ഉണ്ട് എന്ന് പറഞ്ഞാലും അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചതിന്റെ ബഹുമാനപ്പെട്ട സമസ്തയോടോ മതപണ്ഡിത നേതാക്കന്മാരോടോ ഇവർക്ക് ഒരു ബഹുമാനം ഉണ്ടാവൂല. KM ഷാജിന്റെ പ്രസംഗം കേൾക്കി. അന്ന് പ്രതികരിക്കാത്ത ആൾക്കാർ ഇവിടെ വന്ന് സംസാരിക്കി. അന്ന് മൗനമായിട്ട് നിന്ന ആൾക്കാരുണ്ട് ഇവിടെ, അല്ലെ? ഇത് കേൾക്കിനി. വ്യക്തിപരമായി
കേക്ക്. അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ഷാജി വെറുതെ എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പറയാൻ ചില കാര്യങ്ങള് കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാല് ആ കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയുന്നത്. സംബന്ധിച്ച് പറയാ, നിങ്ങൾ കേട്ടോ മഹാനായ അതും ആ ഉസ്താദും സലാം ബാക്കബ് ഉസ്താദും ബഹാവുദ്ദീൻ ഉസ്താദിനെ പോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത 40 അംഗ മുഷാവറിൽ ഒരു മെമ്പറാണ്. ഇന്ന് ബഹാവുദ്ദീൻ ഉസ്താദിന് എതിരെ CPM-കാർ വന്ന് തോന്നിവാസം പറഞ്ഞപ്പോ സോഷ്യൽ മീഡിയ വന്ന് ആർക്കുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങൾ പ്രതികരിച്ചല്ലോ. ഈ പ്രതികരിക്കുന്ന ആൾക്കാര് സലാം ബാക്കബ് ഉസ്താദിനെതിരെ മുസ്ലിം ലീഗിന്റെ നേതാവ് ക്യാംഷാജ് പറഞ്ഞപ്പോ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇതേ ക്യാംഷാജ് ഞങ്ങളെ കുവൈത്തിൽ വന്നിട്ട് ക്യാംസിന്റെ പരിപാടിക്ക് ഔഡിയും വന്ന് പൊട്ടിച്ചു പോയല്ലോ. ഔഡിയും നമ്മളൊക്കെ ഉപദേശിക്കേണ്ട ഒരുപാട് മുസ്ലിം ലീഗിന് സമസ്തന്റെ ആൾക്കാർ ഉണ്ടായിരുന്നല്ലോ. കേട്ടിരുന്ന് കൈയടിച്ചില്ലേ നിങ്ങളൊക്കെ? എടോ സലാം ബാക്കബ് ഉസ്താദും ബഹാവുദ്ദീൻ ഉസ്താദും ഒക്കെ സമസ്തന്റെ ആലിമീങ്ങളാണ്. ആ ആലിമീങ്ങൾക്കെതിരെ ഉമർ ഫൈസ് ഉസ്താദ് മുക്കാവട്ടെ, ഇഫി തങ്ങളാവട്ടെ, അല്ലെ, ബഹുമാനപ്പെട്ട സമസ്തനെ സ്നേഹിക്കേണ്ട ആരാവട്ടെ, അവർക്കെതിരെ പുറത്തുനിന്ന് ആര് പറഞ്ഞ അവർക്ക് നമ്മൾ പ്രതിരോധിക്കണം. അത് ലീഗിനെ സ്നേഹിക്കുന്ന സമസ്ത മുഷാവറ മെമ്പർ ആയാലും ലീഗിന്റെ തോന്നിവാസങ്ങൾക്ക് നിന്ന് കൊടുക്കാത്ത ആളായാലും അല്ലെ, നമ്മൾ അവരെ ബഹുമാനിക്കണം. അത് സമസ്തന്റെ നേതാക്കന്മാരാണ്, അത് പറയണം. അതേ സ്ഥാനത്ത് സമസ്തക്കെതിരെ ഇവരാരെങ്കിലും പറഞ്ഞ പറയണം, സമസ്തക്കെതിരെ പറയരുത്, ആരും പറയരുത്. ഇപ്പൊ ഞാൻ പറയുമ്പോ നിങ്ങൾ പറയുന്നതോ അതിന്റെ പേര് ഇനിയിപ്പോ ഞാൻ പറഞ്ഞുതരാ. സമസ്തന്റെ കാര്യം പറയും, ഇത് ആരാടോ എന്ന് ചോദിക്കും. ഇത് പറയുമ്പോൾ ഇത് ഓരോ സമസ്തക്കാരന്റെ ഉത്തരവാദിത്തമാണ്. അത് ആരാവട്ടെ, ഈ മലബാറില് ഇന്ന് ബഹുമാനപ്പെട്ട സമസ്തന് കൂടെ നിൽക്കേണ്ട ആൾക്കാരാവട്ടെ, നിൽക്കാത്തവനാവട്ടെ, ഏതുമല്ല നേതാവാവട്ടെ, നമ്മളൊക്കെ അള്ളാഹുവിന്റെ അലിഫും അദബും പഠിപ്പിച്ചു തന്ന പ്രസ്ഥാനമാണ് ബഹുമാനപ്പെട്ട സമസ്ത. അല്ലേ? KT ജലീലിന്റെ പോസ്റ്റ് കണ്ടു. മുസ്ലിം ലീഗർ അന്ന് അവിടെ പോയിട്ട് കുന്നമംഗലത്ത് പോയിട്ട് സമരം നടത്തിയില്ലേ? അതേപോലെ തന്നെയല്ല ഇത് എന്നും ന്യായീകരിക്കരുത് ഏത് വിഷയമായാലും. അപ്പൊ ഈ KT ജലീലിന്റെ സമസ്ത സ്നേഹം എന്താണ്? അവന് രാഷ്ട്രീയാണ്. അവർക്കൊക്കെ ഏത് രാഷ്ട്രീയക്കാരനാവട്ടെ അവരെ ലക്ഷ്യം അവരെ വോട്ടാണ്. ഇനിയിപ്പോ 31-ാം തീയതി മുസ്ലിം ലീഗിന്റെ സമരം നടക്കുന്നുണ്ട്. എവിടെ? ഈ CPM LDF-കാർക്ക് എതിരെ ദാളുന്നതിന് മുമ്പ് പോയിട്ട് സമരം നടത്തും. എന്നിട്ട് ഓരോ എന്താ പറയാറിയോ? ഞങ്ങൾ സമസ്തക്ക് കാവല് നിന്നു, ഞങ്ങളാ സമസ്തന്റെ ആൾക്കാര്, ഞങ്ങളില്ലെങ്കിൽ സമസ്തല്ല. രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. അത് ഏത് ഞങ്ങളോട് മര്യാദക്ക് നിന്നാൽ മര്യാദക്ക് നിൽക്കും. ഇങ്ങോട്ട് അത് ഭരിക്കേണ്ട പാർട്ടി ആവട്ടെ, ഇടതുപക്ഷാവട്ടെ, വലതുപക്ഷാവട്ടെ, അല്ലെ, നിങ്ങൾ ആരും തോണ്ടാൻ വേണ്ടി വരൂല. ഇങ്ങോട്ട് വന്ന് കുത്തിയാൽ ആ മുള്ളു തോണ്ടിരിക്കന്നെ ചെയ്യും. അടക്കി നിർത്താൻ സമസ്തക്കാരെ കൊണ്ട് പറ്റും. ഒരു കുട്ടിനും സമസ്തക്കാരൻ പേടിക്കൂല. എന്തിനു പേടിക്കണോടോ? എന്തിനു പേടിക്കണം? ഇതൊരു അഡ്രസ്സുള്ള പ്രസ്ഥാനമാണ്. ഒരു നൂറ്റാണ്ടായി ഇവിടെ. ഒരു നൂറ്റാണ്ട് എന്ന് മാത്രല്ല, ഇത് കാലങ്ങളായിട്ട് ഇവിടെ നിലനിന്ന് പോകുന്ന പാരമ്പര്യ ഇസ്ലാമിന്റെ നേരായ രൂപമാണ്. പിന്നെ ഞങ്ങൾ ആരെ പേടിക്കണം? അല്ലേ? ഇതേ ആൾക്കാർ ഞാൻ പറഞ്ഞുതരാം. ഈ ക്യാംഷാജിന് വേറെ വാക്ക് നിങ്ങൾ കേക്ക്. എന്തോ ഓനൊക്കെ സംസാരിക്കണ്ടേ? ആർക്കെതിരെ പറയണ്ടേ? ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറിയിൽപ്പെട്ട സലാം ബാക്കബ് ഉസ്താദിനോട് മൂപ്പര് പറഞ്ഞ വാക്ക് നിങ്ങൾ കേൾക്കണം. കേൾക്കി. കാരണം പാണക്കാട് കൊണ്ടുവരുന്നുണ്ട് ആ പരിമിതി ഒരു ദുർബലതയായിട്ട് മേക്കിട്ട് കയറാൻ വന്നാൽ കളിക്കുന്നവന്റെ ട്രൗസർ അയച്ചിട്ട് ഞങ്ങളുടെ വർത്താനം ഏർപ്പാട് നിർത്തും. ഇത് പുകഴ്ത്തും, ക്യാംഷാജ് പുകഴ്ത്തും. ആ പരിമിതി കളിക്കാൻ വന്ന ടൗസർ ഊരുന്നു. നമ്മള് സമസ്തയായിട്ട് ഇങ്ങോട്ട് തോണ്ടാൻ വന്ന സമസ്തക്കാരൻ തോണ്ടും. നിങ്ങൾ ഇങ്ങനെ പറയും, ഞങ്ങൾ മിണ്ടാതെ ഇങ്ങനെ ഇരിക്കണോ? മിണ്ടാതിരിക്കുന്ന ആളുകൾ വേറെ ഉണ്ടാവും. മോലോട് പോയി പറഞ്ഞോ, സമസ്തക്കാരോട് വേണ്ട എന്റെ കളി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണക്കാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് ഒരുപാട് തലീകെട്ട് കെട്ട് മൂല്യന്മാരുണ്ട്. തലീകെട്ട് കെട്ടി സ്ഥാപനങ്ങളിൽ ഇരുന്നിട്ട് സമസ്തക്കെതിരെ മുസ്ലിം ലീഗ് പറയുമ്പോൾ മിണ്ടാതിരിക്കുക. മുസ്ലിം ലീഗിനെതിരെ നിൽക്കേണ്ട വേറെ ഏതാ പാർട്ടിക്കാർ വരുമ്പോൾ പ്രതിഷേധിക്കണം. അത് ഒരുപോലെ ആവണം. സമസ്തക്കാരന്റെ വാക്കും പ്രവൃത്തി സമസ്തക്ക് വേണ്ടി ആവണം. അത് അവരവന്റെ പാർട്ടിക്ക് വേണ്ടി ആവരുത്.
നീ സമസ്തക്കാരനാണോ? സമസ്തക്കെതിരെ എന്റെ പാർട്ടി ഒന്നു പറയണം. അതാണ് നിലപാട്. എന്നിട്ട് സമസ്തക്കാരെന്താ പറഞ്ഞ ട്രൗസർ അയക്കുന്നേ? അത് പറഞ്ഞ സാജാരണേ. സാജിന് സമസ്തക്കാരൻ ബൈക്കോ? MLA ആയാലും MP ആയാലും ആരായാലും നിങ്ങളാക്കിയത് സമസ്താണ്. മനസ്സിലായോ? നമ്മളാക്കിയത് ബഹുമാനം. അത് ആരല്ല എന്ന് പറഞ്ഞാലും നമ്മളെ നാട്ടിലത്തെ ഏത് പണ്ഡിതന്മാരാവട്ടെ, സമസ്തനെ കുറ്റം പറഞ്ഞ മൂലരായാൽ പോലും അയാൾക്കും അലിഫും അതമും പഠിപ്പിച്ച പ്രസ്ഥാനം വളരെ ബഹുമാനപ്പെട്ട സമസ്താണ്. അതിനോട് നമ്മൾ നന്ദി കാണിക്കണം, നന്ദികേട് കാണിക്കരുത്. ഇതേപോലെ തന്നെ വേറെ വിഷയം നിങ്ങൾക്ക് തന്നെ ഓർമ്മ ഉണ്ടാവില്ല, മറന്നേക്കും. സമസ്തക്കാരത് മറക്കൂല, സമസ്തക്കാരത് മറക്കാൻ കഴിയൂല. മനസ്സിലായോ? ഇതേപോലെ തന്നെ ഒരിക്കൽ ബഹാദൂർ ഉസ്താദിന്റെ സമസ്തന്റെ സ്ഥാപനമായ ദാറുൽഹുദക്ക് സമരം നടത്തിയ അതേ ആൾക്കാര് കുറച്ച് വർഷം മുമ്പേ വളാഞ്ചേരി മർക്കസ് ബഹുമാനപ്പെട്ട സമസ്തന്റെ ആലിമ്യങ്ങൾ തടഞ്ഞു. അന്ന് എത്ര മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പ്രതികരിച്ചു? അന്ന് ലിയാവുദ്ദീൻ ഫൈസ് മുണ്ടിയോ? അന്ന് ഇന്ന് പ്രതികരിക്കേണ്ട ഏതെങ്കിലും ഒരു മൂലയന്മാർ അന്ന് തൊള്ള തുറന്നോ? അന്ന് ഫേസ്ബുക്കിൽ വന്നോ? എന്തേ? അത് നമ്മളെ പാർട്ടിക്കാരാണ്, മുണ്ടാൻ പറ്റൂല. നമ്മളെ പാർട്ടിക്കാർ ചെയ്യുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കണം. CPM-കാരെ ചെയ്യുമ്പോൾ തൊള്ള തുറന്നാ മതി. പാർട്ടിയുടെ അടിമാവരുത്. ഇത് കാണി ഇത് നേതാക്കന്മാരല്ലേ? നിങ്ങൾ കണ്ടോ? ഞാൻ കുറെ സമയം വീഡിയോ കാണിച്ച് വെറുപ്പിക്കല്ല. ബഹുമാനപ്പെട്ട സമസ്തയുടെ മഹാനായ ജിഫീദ് ഉസ്താദാണ് ആര്? MT ഉസ്താദ്. എത്ര പ്രായം ഉണ്ടാവും ആ മഹാനായ ഉസ്താദ് അടക്കം, ആലിക്കുട്ടി ഉസ്താദിനെ അടക്കം നിങ്ങൾ തടഞ്ഞു. മുസ്ലിം ലീഗിന്റെ ഗുണ്ടകൾ തടഞ്ഞു, അല്ലെങ്കിൽ ഇന്ന് CIC-ക്കാര് തടഞ്ഞു. ഇന്ന് CPM-കാര് തോന്നിവാസം പറഞ്ഞപ്പോ പ്രതികരിക്കാൻ വന്ന ഏതെങ്കിലും ഒരു മൂലയിലോ ഏതെങ്കിലും ഒരു ലീഗിന്റെ നേതാവോ ഈ ഒരു കാലത്ത് പ്രതികരിച്ചോ? നിങ്ങൾ മുണ്ടിയോ? നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ നിലക്ക് നിർത്തിയോ? നിങ്ങൾ സമസ്തയോട് സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ കാപ്പറ്റം കാണിക്കുന്ന രാഷ്ട്രീയക്കാരല്ലെങ്കിൽ വളാഞ്ചേരി വിഷയത്തിനും പ്രതികരിക്കേണ്ട ആൾക്കാരാ നിങ്ങള്. അപ്പൊ ആരാണ് കപടന്മാര്? ആരാണ് കാപ്പറ്റക്കാര്? ഭൗതിക താല്പര്യം വെച്ച് സമസ്തന് കൂടെ നിൽക്കേണ്ട ഒരാൾക്ക് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സമസ്തന് കൂടെ നിൽക്കാൻ വേണ്ടി ഒരിക്കലും കഴിയൂല. അവൻ മിണ്ടാതിരിക്കും. ഞങ്ങൾ കൂടെ അത് കഴിയൂല. ഖിയാമം വരെ കഴിയൂല. സമസ്തക്കാരനെ കൂടെ മൗനം മാറ്റിയിരിക്കാൻ കഴിയൂല. ഈ വേറെ ഞാൻ കാണിച്ചു തരാം. നിങ്ങളിപ്പോ മര്യാദ പഠിപ്പിക്കണ്ടല്ലോ അല്ലെ? നിങ്ങൾ മര്യാദ പഠിപ്പിക്കണ്ടല്ലോ. ഈ നിങ്ങളെ കേക്ക്, നിങ്ങളെ PHS തങ്ങള് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവാണ്. അയാൾക്കെതിരെ അയാൾ പറഞ്ഞ വാക്ക് നിങ്ങളാദ്യം കേൾക്കും. ഇത് ഓരോ മുസ്ലിം ലീഗിന്റെ നേതാവും അണിയും ഒറ്റക്കും പരസ്യമായിട്ട് എല്ലായിടത്തും പറഞ്ഞു നടന്ന വിഷയമാണ്. അന്ന് നിങ്ങൾ ആരും പ്രതികരിച്ചോ? ആ തങ്ങൾക്കെതിരെ നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പറഞ്ഞോ? ആ തങ്ങൾക്കെതിരെ നിങ്ങൾ ഇന്ന് സോഷ്യൽ മീഡിയ വന്ന് എഴുതി കുറിക്കേണ്ട ഏതെങ്കിലും ഒരു മൂലേരി വന്നിട്ട് ആ തങ്ങൾക്കെതിരെ പറഞ്ഞോ? ഒന്ന് തൊള്ള പൂട്ടടാ, മിണ്ടാതി നമ്മോടൊക്കെ വന്ന് പറയല്ലോ. അന്റെ എഴുത്ത് നിർത്ത്, അന്റെ പറച്ചിൽ നിർത്ത് എന്ന് പറയല്ലോ. ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരാള് ഈ തങ്ങൾക്കെതിരെ വാക്ക് പറഞ്ഞോ? അയാളെ നിലക്ക് നിർത്തിയോ? ഞങ്ങളെ മനസ്സിന്ന് പോവൂല. ഞങ്ങളെ സ്നേഹിക്കേണ്ട ഞങ്ങളെ നേതാക്കന്മാർക്കെതിരെ പറഞ്ഞ ഞങ്ങളെ മനസ്സിന്ന് പോവൂല. അത് ഇനി നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർ ജയിച്ചാലും തോറ്റാലും എന്താ മണ്ണങ്ങട്ടായാലും എന്താ അവിടെ? നിങ്ങളൊക്കെ വിചാരം എന്താ? നിങ്ങളെ അധികാരം കിട്ടുമ്പോൾ അധികാരത്തേക്ക് വരും ഞങ്ങൾ പേടിക്കുന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഞങ്ങൾ നിങ്ങളെ അടിമല്ല, ഞങ്ങൾ അള്ളാഹുവിന്റെ അടിമയാണ്. ഒറ്റപ്പെട്ടാലും പറയും, ഒരാളെയും ഭയക്കാതെ പറയും. ഇത് കേക്കി, ഇന്ന് ഫേസ്ബുക്ക് വന്ന് കുരക്കുന്ന ബാക്കിയുള്ള നേതാക്കന്മാർ ഇതുപോലെ ഈ തങ്ങൾക്കെതിരെ സംസാരിച്ചോ? ഒരു മാന്യമാറ്റെങ്കിലും അല്ലെ? നിങ്ങൾ ഇങ്ങനെ പരംപാറിൽ ചേർന്നു തങ്ങളെ എന്ന് പറഞ്ഞോ? അത് കേക്കി. ഇത് ആരെ കുറിച്ചാ പറയണ്ടേ? മഹാനാ ജിഫി തങ്ങൾക്ക് എതിരെ, MT ഉസ്താദിന് എതിരെ ഈ വോയിസ് ആ കാലത്ത് മുസ്ലിം ലീഗിന്റെ സകല വാട്സപ്പ് ഗ്രൂപ്പുകളിലും വയന്നടക്കായിരുന്നു. അത് കേക്കി. എല്ലാവരും ഉണ്ടാക്കി തീർക്കുന്നതന്നെയാണ് പ്രശ്നം. അതുപോലെ തന്നെയാണ് സംസ്ഥയിൽ 2-3 ആൾക്കാർ, ഒന്ന് MT ഉസ്താദ്, ഒന്ന് മോയിൻകുട്ടി മാസ്റ്റർ, പന്തല്ലൂര് കേൾക്കണ്ടോ, ഹബീബ് ഫൈസി അമ്പലക്കടവ്, മുണ്ടുപാറ, ഇവരൊക്കെയാണ് സംസ്ഥയുടെ മുഷാവറ അംഗങ്ങൾ. മുഷാവറ എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ വക്കോട്ട് ചുഴിഞ്ഞതൊക്കെയാണുള്ളത്.
ആരും സാത്വികരായിട്ട് ആരുമില്ല. ആലിക്കുട്ടി ഉസ്താദിനെ ഉള്ളൂ. ഇത് കേട്ടോ, അതിപ്പോ വയസ്സായതുകൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചിലപ്പോ നമ്മൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പറയുമ്പോൾ ഞങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, ഞാനെന്താ ചെയ്യാ. ഇതൊക്കെ എത്ര മോശപ്പെട്ട വാക്കാ സമസ്ത മുസ്ലിം പറ്റി മൂപ്പര് പറയണ്ടേ. പറയണം ജിഫ്രിയാണെന്നുണ്ടെങ്കിൽ പറയണ്ട, കഥ പറയാതെ നോക്കി നിങ്ങൾ കേട്ട നിങ്ങള് എന്താ പറയണ്ടേ. ജിഫ്രി ആണെങ്കിൽ എത്ര ഇതാ നോക്കി. സമുദായത്തിന്റെ അകത്ത് നിങ്ങൾക്ക് വളരെ ഇതൊന്നും ഫുള്ള് കേൾക്കാൻ ഒരു സമസ്തക്കാരോട് കഴിയൂല. അത്രയും മോശം. ഇത് ഇയാള് മാത്രം പറയണ്ടല്ല, ഇത് മുസ്ലിം ലീഗിന്റെ സകല വാട്സപ്പ് ഗ്രൂപ്പുകളും ഇവര് പറഞ്ഞു നടക്കേണ്ട വിഷയമായിരുന്നു. ലീഗിന്റെ, യൂത്ത് ലീഗിന്റെയും മൂത്ത ലീഗിന്റെയും സകല നേതാക്കന്മാര് രഹസ്യമായിട്ടും പരസ്യമായിട്ടും പറയും. നമ്മോട് വാട്സപ്പ് വന്ന് പറയൂല. കാരണം എന്താ, ആ റെക്കോർഡിങ് നമ്മൾ കയ്യിൽ ഉണ്ടാവും വെച്ചാൽ നമ്മൾ നേരിട്ട് കാണുമ്പോൾ പറയും. ഇന്റെ നാട്ടില് ഇന്ന് വാർഡ് പ്രസിഡന്റായി നിൽക്കേണ്ട ആൾ ഒരു ഇന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞു വളരെ മോശമായിട്ട് ജിഫി തങ്ങളെ പറ്റി. ഇന്നും ആ സമസ്തക്കാരനെ കയറാം ഇന്നത്തെ വിഷയത്തില്. അതേ നമ്മളെന്താ, നമ്മൾ ആകം പുറം ഒന്നാവണം. നമ്മൾ അള്ളാഹു വിശ്വാസമുള്ള മതമില്ലാത്ത ആൾക്കാരുടെ വിഷയം എനിക്ക് വിഷയമല്ല. മതം ഉള്ള ആൾക്കാരാണെങ്കിൽ, നമ്മൾ മാലിക് യൗമിദ്ദീനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെ, നാളെ പ്രതിഫലം നാളുണ്ട് എന്ന്, അതിന് നീതിമാനായ ഒരു ഉടമസ്ഥൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ ഉള്ളും പുറം ഒന്നാവണം. അകത്ത് എന്താണോ അത് പുറത്തു പറയണം, അല്ലെ, പുറത്ത് എന്താണോ അത് അകത്തുമാണ്, അല്ലെ. ഇത് എന്താ, ഇത് തൊള്ള കൊണ്ട് പറയുമ്പോ വലിയ സ്നേഹം പറയാ, അകത്ത് കാപ്പട്യം വെറുപ്പ് സൂക്ഷിച്ചു വെക്കുക. അത് സമസ്തക്കാരനോ ഒരു വിശ്വാസിക്ക് യോജിച്ച പരിപാടിയില്ല. നമ്മളെ നിലപാട് നമ്മൾ എവിടെയും എല്ലാം കൂടി പറയണം എന്നല്ല പറയണ്ടേ. നമ്മൾ സമസ്തക്കാരനാണെങ്കിൽ നമ്മൾ സമസ്തനെ ആത്മാർത്ഥമാര് സ്നേഹിച്ച് അത് കയറുണ്ട്. അതുപോലെ തൗഫീഖാണ്, അത് ചെറിയ സംഗതിയല്ല. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ പറയേണ്ട കാര്യം ഒരു പക്ഷേ എല്ലാ സമസ്തക്കാരും ഉൾക്കൊള്ളണം എന്നില്ല. എല്ലാ കാര്യം പറയൂല. പറയാൻ പറ്റാത്ത, എന്റെ വ്യക്തിപരമായിട്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരുപാട് കാര്യം സമസ്തക്കുണ്ട്. അത് നമ്മൾ സ്വന്തമായിട്ട് അനുഭവിക്കണം, അല്ലെ. ഫാത്തിഹ സൂറത്തിന്റെ അവസാന വരി ഒന്ന് ഓർക്കുക. പിയച്ചു പോയവരെ മാർഗത്തിൽ നമ്മൾ കര കയറാതെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ മാർഗം നമ്മൾ കണ്ണുകൊണ്ട് നമ്മൾ കാണൂല, നമ്മൾ അനുഭവിക്കൂല. നമ്മൾ ആദ്യം അവിടുന്ന് അങ്ങോട്ട് കയറണം, പിന്നെ പടിപടിയാണ് കയറാൻ വേണ്ടി പറ്റും. അത് സമസ്തയിലൂടെ പറ്റും, അല്ലെ. അവിടെ നേരായ മാർഗമുണ്ട്. സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ മുൻകാല പ്രവാചകന്മാരെ കണ്ട പോലെ സമസ്തയുടെ വഴിയിൽ, സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ ശംസൂലം അടക്കമുള്ള മഹാന്മാർ ഇന്നുണ്ട്. അവരെ കാണാൻ വേണ്ടി പറ്റും, അവരറിയാൻ വേണ്ടി പറ്റും, അവരനുഭവിക്കാൻ വേണ്ടി പറ്റും. അത് സമസ്തക്കാരന്റെ തൗഫീഖാണ്. അപ്പോ ഞങ്ങൾ അറിയണ്ട, ആ സമസ്തക്കെതിരെ ആര് വന്ന് കുരച്ചാലും, അത് ആരാവട്ടെ, അത് സ്വന്തം വീട്ടിൽ നിന്നാൽ പോലും, അത് സ്വന്തം മക്കളായാൽ പോലും അവിടെ മൗനമാറ്റി നിൽക്കൂല. അത് സ്വത്തും മുതലും കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ നഷ്ടപ്പെട്ടാലും മിണ്ടാതിരിക്കാൻ സമസ്തക്കാരെ കൊണ്ട് കഴിയൂല. അതുകൊണ്ട് അല്ലെ, ഇന്ന് പ്രതികരിക്കേണ്ട ഉസ്താദന്മാരോടും ബാക്കിയോടും പറയണം, ഏത് സമയത്തും സമസ്തന്റെ ഒപ്പം നിൽക്കുക. അത് മുസ്ലിം ലീഗോ കോൺഗ്രസ്സുകാരനോ CPM-കാരനോ ആരാവട്ടെ, സമസ്തക്ക് രാഷ്ട്രീയം ഇല്ലല്ലോ. എല്ലാവരും ലീഗ് ആവണം എന്നുള്ള നിർബന്ധം സമസ്തക്കില്ല. ആർക്കും ഏത് രാഷ്ട്രീയം പറ്റും, അല്ലെ. നമുക്ക് രാഷ്ട്രീയം ഏതും പറ്റും. പക്ഷെ നമ്മൾ എവിടെ ചെന്നാലും ഭൗതിക താല്പര്യത്തിന് മുൻഗണന കൊടുക്കാതെ ബഹുമാനപ്പെട്ട സമസ്തക്ക് മുൻഗണന കൊടുക്കുക. അത് ആഖിറത്തിലേക്കുള്ള മാർഗമാണ്. അവിടെ മൗനമാറ്റി നിൽക്കാതിരിക്കുക, ആര് വന്നാലും പ്രതികരിക്കുക, ഒറ്റപ്പെടുമെന്ന് ഭയക്കാതിരിക്കുക. അള്ളാഹു കൂടെ ഉണ്ടാവും. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാന്നല്ലേ. അള്ളാഹു ഒറ്റപ്പെടൂല, വിശ്വാസി ഒറ്റപ്പെടൂല, പടച്ചോൻ കൂടെ ഉണ്ടാവും. ഇനിയും പറയാണ്ട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത എന്തെങ്കിലും വാക്കിലോ പ്രഷർ കയറിയിരിക്കണോ എന്നുണ്ടെങ്കിലോ ആരോടും ദേഷ്യം കൊണ്ടല്ല, പറഞ്ഞു പോവണം ഗതികേട് എന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട സമസ്തക്കെതിരെ കാണുമ്പോ കേൾക്കുമ്പോ മൗനം മാറ്റിരിക്കാൻ ഒരു സമസ്തക്കാരെ കൊണ്ട് പറ്റൂല. അപ്പൊ പറഞ്ഞു പോവണേ. ഇൻഷാ അല്ലാഹ്. ബാക്കി പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.